എൻ്റെ അടുത്തതിൻ്റെ സാമ്പിൾ കൊണ്ടുവരാൻ കാരണം ശ്രീ മോഹൻലാലിൻ്റെ കോസ്റ്റ്യൂം വർക്ക് ചെയ്യുന്ന ഒരു മുരളി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹം കൊടുത്തയച്ചത് കണ്ടാണ് നമ്മളത് ചെയ്തത്. മോഹൻലാലിനെ നേരിട്ട് കണ്ട ചിത്രങ്ങളും ഫോട്ടോകളും ഒക്കെ കാണുന്നുണ്ട് വീട്ടിൽ തന്നെ. എപ്പോഴായിരുന്നു നേരിൽ കണ്ടത്? മോഹൻലാൽ ആരാധകർ കാത്തിരിക്കുന്ന സിനിമയാണ് മലക്കോട്ടെ വാലിബൻ. കഴിഞ്ഞ ദിവസം അതിന്റെ ടീസർ വന്ന സമയത്ത് ആളുകൾ ശ്രദ്ധിച്ച ഒന്നുണ്ട്, മോഹൻലാലിന്റെ കാതിലെ കടുക്കൻ. ആളുകളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കടുക്കനാണ്. ആ കടുക്കൻ വാങ്ങിക്കാൻ കിട്ടുമോ എന്നൊക്കെ ആൾക്കാർ തിരയുന്നുണ്ട്. ആ കടുക്കൻ ഉണ്ടാക്കിയ ആളാണ് ഇന്ന് നമുക്കപ്പോൾ ഉള്ളത്. നമസ്കാരം ചേട്ടാ. ചേട്ടൻ എത്ര ദിവസം എടുത്തിട്ടാണ് ആ കടുക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത്? കുറേ ഞാൻ ആലോചിച്ചതിന് ശേഷമാണ് ആ പണിയുന്നത്. അപ്പം എന്തായിരുന്നാലും ഒരാഴ്ച എങ്കിലും എടുത്തു. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ, ഒരാഴ്ച എടുത്തു. ചേട്ടൻ്റെ പേര് ശിവാനന്ദൻ എന്നാണ്. ചേട്ടൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ ആഭരണങ്ങൾ നിർമ്മിക്കാറുണ്ടോ? നേരത്തെ എനിക്ക് സ്ഥിരമായിട്ട് സ്വർണ്ണപ്പണി ആയിരുന്നു. എങ്കിലും ഏതാണ്ട് ഒരു 35 വർഷം കൊണ്ട് ഞാൻ ബാങ്കിൽ പോകുന്നുണ്ട്. ആ സമയത്തും ഞാൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു, സ്വർണ്ണപ്പണി തന്നെ ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെയാണ് ചേട്ടൻ്റെ അടുത്തേക്ക് ആ കടുക്കൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നത്? എൻ്റെ അടുത്തേക്ക് അത് ചെയ്യാൻ വരുന്നത് എൻ്റെ മോനൊരു സിനിമയുടെ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അയാൾ മോഹൻലാൽ, നമ്മൾ സിനിമാ നടന്മാരുടെ പേര് പറയുമ്പോൾ എല്ലാം പേരായിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. വെറും മോഹൻലാലെന്നും മമ്മൂട്ടി എന്നാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. എൻ്റെ മോന് അദ്ദേഹത്തോട് അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരിച്ചിരി ബഹുമാനം വെച്ചേ പറയാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ശ്രീ മോഹൻലാലിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഇയാളൊരു മോൾഡ് ചെയ്ത ഒരു സാധനം കൊണ്ടു. അത് കണ്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അവർ പറയുമ്പം, അതായത് അത് കൊണ്ടുതരുമ്പം എന്തെങ്കിലും പറഞ്ഞിരുന്നോ, അല്ലെങ്കിൽ റെഫറൻസ് എന്തെങ്കിലും തരികയോ, അല്ലെങ്കിൽ ആദ്യം ഒരു ഡെമോ തന്നിട്ട് ചെയ്യാൻ പറയുകയായിരുന്നു ചെയ്തിരുന്നത്? അതെ 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 എൻ്റെ അടുത്തതിൻ്റെ സാമ്പിൾ കൊണ്ടുവരാൻ കാരണം ശ്രീ മോഹൻലാലിൻ്റെ കോസ്റ്റ്യൂം വർക്ക് ചെയ്യുന്ന ഒരു മുരളി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. എനിക്ക് പ്രായം കൊണ്ട് അദ്ദേഹത്തിനെ പേര് വിളിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം കൊടുത്തയച്ചത് കണ്ടാണ് നമ്മളത് ചെയ്തത്. ഇതാണ് വാലിബനിൽ യൂസ് ചെയ്ത കടുക്കൻ്റെ ഒരു ഡെമോ അല്ലേ? അതെ, ഇതാണ് ഞാൻ ചെയ്തു കൊടുത്ത ഡെമോ. ഈ ഡെമോ ആണ് ചേട്ടൻ തന്നെ? ഇതല്ല തന്നത്, ഇതിൻ്റെ ഒരു മെറ്റലിലുണ്ടാക്കിയ ഒരു മോൾഡ് ചെയ്ത ഒരു സാധനമായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഇത് ചെയ്യാവോന്ന് ചോദിച്ചാൽ എൻ്റെ മോനെ ക്ഷീണിപ്പിക്കരുതല്ലോ ഇയാൾ വർക്ക് ചെയ്യുന്ന ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഈ വിശ്വകർമ്മ സമുദായത്തിലുള്ളതാണെന്നും ഇത് ചെയ്യുമെന്നുള്ള ധാരണയെ കൂടാണ് അദ്ദേഹം അത് ചെയ്യാവോന്ന് ചോദിച്ചത്. ഇവിടെ ഈ ഭാഗത്തല്ലേ കല്ല് വരുന്നത്? അല്ല, ഈ സെൻറ്ററിൽ തന്നെ ഇതിനകത്താണ് ആ കല്ല് വെക്കുന്നത്. ഇത് മൊത്തം ഗോൾഡിന്റെ കോട്ടിംഗ് ആയിരിക്കും, നടുവിൽ കല്ല്. അതെ, ഇതാണ് അതിന്റെ സാമ്പിള്. മകൻ സോഷ്യൽ മീഡിയയിൽ ചേട്ടനത് ചെയ്യുന്നത് ഇട്ടതിന് ശേഷമാണ് ആളുകൾ അറിയുന്നത് കടുക്കൻ ഇങ്ങനെ കിട്ടാനില്ല എന്നുള്ളത്. അതിനുശേഷം ആളുകൾ ആരെങ്കിലും ചോദിച്ചു വരിക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കടുക്കന് വേണ്ടിയിട്ട്? മീഡിയയിൽ കൂടെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അതിന് പിടി കൊടുക്കാതിരിക്കുക. ഈ കടുക്കന് വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇത് പ്രത്യേക ആൾക്കാരിടുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുള്ള കടുക്കണാണോ? ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഇത് കാണുന്നത്. മോഹൻലാൽ ഇതിങ്ങനെ വേണമെന്നും പറഞ്ഞ് വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഉപയോഗം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അല്ലാതെ മറ്റാരും ഇട്ടുകൊണ്ട് നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇത് അതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഈ സ്വർണത്തിൽ കല്ല് പതിപ്പിച്ചതാണോ ആ കടുക്കല്ല ചുവന്ന കാണുന്നത്? സ്വർണം പതിപ്പിച്ചാണ്. സ്വർണത്തിൽ ചുവന്ന കല്ലാണോ? ഒരു ചുവപ്പ് കാണുന്നുണ്ട്. ഒരു ചുവപ്പ് കല്ലുണ്ട്, മഞ്ഞക്കല്ലുണ്ട്. 2 ജോഡിയാണ് ഞാൻ ചെയ്തു കൊടുത്തത്. ഒന്നിൽ തന്നെ 2 കല്ലാണോ? അല്ല, ഒന്നിൽ തന്നെ ഒന്നിൽ ഒരു കല്ല്, മറ്റൊരു ജോഡിയിൽ വേറൊരു കല്ല്. ഒരെണ്ണത്തെ മഞ്ഞയും ഒരെണ്ണത്തെ ചുമലയുമാണ്. അങ്ങനെ ചെയ്തു കൊടുത്തത്. ടീസർ കണ്ടിരുന്നോ സിനിമ? അത് ആ ടീസർ തുടങ്ങുന്നത് ആദ്യം ചേട്ടൻ ഉണ്ടാക്കിയ ചെവിയാണ് ആദ്യമേ നമ്മൾ കാണുന്നത്. സന്തോഷം ഉണ്ടാക്കിയത്? എനിക്ക് സന്തോഷമുണ്ട്. ഇതിപ്പം വൈറലായതിനു ശേഷം ആളുകൾ ആരെങ്കിലും അതുപോലത്തെ ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചോദിച്ചു വരുന്നുണ്ട്? ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി എന്നും പറഞ്ഞ് ആരും വന്നിട്ടില്ല, പക്ഷെ ആവശ്യക്കാരുണ്ട്, ഏറെ ആവശ്യക്കാരുണ്ട്. അത് പാലക്കാട് അതുപോലുള്ള ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഒടിയന്റെ സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ചത് ഒടിയൻ എഴുതിയൊരു ലോക്കറ്റ് ആയിരുന്നു. അത് ചെയ്തതും ചേട്ടനാണ് അല്ലേ? അതെ അതെ, അത് മോൻ വന്ന് പറഞ്ഞ അനുസരിച്ച് ഞാനത് ചെയ്തതാണ്. ഇതാണോ ലോക്കറ്റ്? ഇതാണ് ആ പോസ്റ്ററിൽ. ഇതാണ്, ഈ രൂപത്തിലാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മെറ്റലിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ
ഞാനതൊന്ന് ചെയ്ത് നോക്കിയതാണ്. മെറ്റലിൽ ചെയ്തതാണ്. ഇത് എന്തിൽ ചെയ്തതാ ഇപ്പോൾ? ക്രോമിയം. ഇപ്പൊ ഇനി സാധാരണ ആരെങ്കിലും ചോദിച്ചു വന്നാൽ തന്നെയും ഇനി ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും എത്ര വില വരും ഏകദേശം ഇത് ചെയ്യുന്ന ഒരു കടുക്കന്? തൂക്കത്തിന്റെ അനുസരിച്ചിരിക്കും അതിന്റെ വില. നമുക്ക് അതിന്റെ മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് ഒരു 5000 രൂപയ്ക്കകത്ത് സ്വർണ്ണത്തെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പറ്റത്തില്ല. ഒരു കടുക്കൻ ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം 5000 രൂപ. 5000. അപ്പൊ എത്ര സ്വർണം വേണ്ടി വരും ഏകദേശം ഒരു കണക്ക് പറയുമ്പോൾ? ഒരു 8 ഗ്രാമിനകത്ത് വേണം. 8 ഗ്രാമിന് താഴെ വരത്തുള്ളൂ, 6 ഗ്രാമിന് വേണം. ഇതിന് കണ്ടാരെങ്കിലും ചോദിച്ചു വരികയാണെങ്കിൽ ചേട്ടൻ ചെയ്തു കൊടുക്കുമോ? ചെയ്തു കൊടുക്കാൻ നമുക്ക് സമയം കിട്ടിയാൽ നമുക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. പതുക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. മോഹൻലാലിനെ നേരിട്ട് കണ്ട ചിത്രങ്ങളും ഫോട്ടോകളും ഒക്കെ കാണുന്നുണ്ട് വീട്ടിൽ തന്നെ. എപ്പോഴായിരുന്നു നേരിൽ കണ്ടത്? നേരിൽ കണ്ടതെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 85 കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഓച്ചിറ അമ്പലത്തിൻ്റെ പരിസരത്തിൽ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് പാദമുദ്ര എന്ന് പറയുന്ന ഒരു സിനിമ. അതിന് കിലോമീറ്ററോളം അകലത്തിലാണ് ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ പറ്റിയത്. ആ സ്ഥാനത്ത് ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നൊന്ന് ഫോട്ടോ എടുക്കാനും സാധിച്ചു എന്നുള്ളതാണ്. അത്രത്തോളം എനിക്കൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം. എനിക്ക് അതിൽ കൂടുതൽ വേറെ കാര്യമൊന്നുമില്ല. പണ്ട് ആരാധനയോടെ കണ്ട ആൾക്ക് വേണ്ടി ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയല്ലേ? അതെ അതെ അതെ, അതൊക്കെ ഒരു നിമിത്തമായിട്ട് കണക്കാക്കുന്നു.